ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. മലപ്പുറം ജില്ലയിൽ ആക്കോട് തുവക്കോട് മല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തിനാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു അത്ഭുത കിണറുണ്ട്. അത്ഭുത കിണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സാധാരണ കിണർ. പക്ഷേ ഇവിടുത്തെ കിണറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കിണറിൻ്റെ ഏകദേശം മധ്യഭാഗത്തോളം നമുക്ക് എത്താൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെട്ടുകല്ലിൻ്റെ ഏരിയ ആണിത്. ഇവിടെ ഇതിൻ്റെ നടുക്ക് ഏകദേശം ഒരാൾക്ക് കഷ്ടിച്ച് പോകാനുള്ള പാകത്തിന് ഒരു ഇങ്ങനെ ട്രെഞ്ച് കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് പോയി കാണാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇതാട്ടോ നമ്മളെ കിണറിലേക്കുള്ള വഴി. അത്ഭുത കിണറിലേക്കുള്ള വഴിയാണിത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതാ കഷ്ടിച്ച് ഒരാൾ മാത്രമേ ഇതിൽ പോവുള്ളൂ. ഓക്കെ, അത്യാവശ്യം തടിയുള്ള ആൾക്കാരാണെങ്കിൽ പോലെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിലേക്കുള്ള വഴി കേട്ടോ. ഓക്കെ, നമുക്ക് പോയി നോക്കാം പയ്യെ എന്തൊക്കെയാണെന്ന്. എന്താണെന്നറിയില്ല, ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നല്ലൊരു തണുപ്പാണ് കേട്ടോ. ഓക്കെ, ഏകദേശം 500 മീറ്ററോളം ഉണ്ട് ഇത് നമ്മളെ പുറത്തുനിന്ന് ഈ കിണറിലേക്ക് എത്താനുള്ള ദൂരം. ഓക്കെ, ഇതാണ് ഇവിടെ മൃഗങ്ങളോ ജന്തുക്കളോ ഒന്നും ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ തടസ്സം വെച്ചിരിക്കുന്നതാണിത്. ഓക്കെ, ഇതാണ് കപ്പിയും കയറും എല്ലാം സെറ്റപ്പ് ഇവിടെയുണ്ട്. ഇതാണ് തുവക്കോട് മല അത്ഭുത കിണർ, കണ്ടില്ലേ? ഓക്കെ, മുകളിലേക്കുള്ള സെറ്റപ്പാണ് ഈ കാണുന്നില്ല. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏകദേശം എല്ലാം നല്ല, ഇത് കണ്ടാൽ തന്നെ അറിയാമല്ലോ, അത്യാവശ്യം എല്ലാം നല്ല ക്ലീനാണ്. ഈ ഏരിയ എല്ലാം കുടിവെള്ളം പോകുന്നതാണ്. താഴത്തെ സ്ഥലങ്ങളിലുള്ള ഇതിലേക്കൊക്കെ കുടിവെള്ളം പോകുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആൾക്കാർ വരികയാണെങ്കിൽ ഇതുപോലെ തന്നെ സംരക്ഷിക്കണം. അല്ലാത്ത ആൾക്കാർ ഇങ്ങോട്ട് വരരുത്. ഇവിടെ ഒരു പ്ലാസ്റ്റിക്കോ കവറോ കുപ്പിയോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നശിപ്പിക്കരുത്. ഇത് നമുക്ക് കാണണം, അതുപോലെ തന്നെ ഇനി വരുന്ന ആൾക്കാർക്കും ഇതുപോലെ തന്നെ കാണണം. അപ്പം ഇതാണ് ഇവിടുത്തെ കാണാനുള്ള കാഴ്ച. ഓക്കെ, പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കിണറിലേക്ക് കയറുന്നതിൻ്റെ നേരെ സൈഡിലൂടെ ഒരു റോഡുണ്ട്. ഓക്കെ, ഇതാണ് ഈ റോഡല്ല, ഒരു നടവഴി. നമ്മുടെ നല്ലൊരു മനോഹരമായ ഒരു മലയാണിത്. അപ്പോൾ നമ്മൾ ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, നമുക്ക് ഒന്ന് കയറി നോക്കാം. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമ്മൾ പോകാതെ പോകുന്ന മോശമാണല്ലോ. ഓക്കെ, നമുക്ക് ആ മലേൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറി നോക്കാം. നല്ല വ്യൂ ആവാനാണ് സാധ്യത. ഓക്കെ, പോയി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാട്ടോ നമ്മുടെ തുവക്കാട് നമ്മുടെ അത്ഭുത കിണറിൻ്റെ നേരെ മുകളിലേക്കുള്ള മലയിലേക്കുള്ള വഴി കേട്ടോ. ഈ കാണുന്നത് മൊത്തം തരുവപ്പുല്ല്. ഞങ്ങൾ തരുവപ്പുല്ലെന്നാണ് ഈ പുല്ലിന് പറയൽ. അപ്പോൾ തരുവയാണ്. അപ്പോൾ ഇത് ഒരു സൈഡിൽ ഇവരെല്ലാം വൃത്തിയാക്കി നല്ല തീയൊക്കെ ഇട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. നല്ല കയറ്റമാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് മുകളിലുള്ളതെന്നൊക്കെ. എങ്ങനെ ഏതാ വഴിയൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ഏകദേശം വെച്ച് അങ്ങോട്ട് പോയി നോക്കാം. നമ്മുടെ യാത്രയെല്ലാം അങ്ങനെയാണല്ലോ, വഴി അറിഞ്ഞിട്ടല്ലല്ലോ നമ്മൾ ഒരു സ്ഥലത്തേക്കും പോകുന്നത്. ഓക്കെ, നല്ല കിതപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ തുവപ്പാറ മലയുടെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുക കേട്ടോ. ഇവിടെ എത്തുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്, ഫുള്ള് കയറ്റാണ്. അപ്പോൾ നമുക്ക് ഒരു നഷ്ടവും ഇവിടെ എത്തിയതിന്. കണ്ടില്ലേ, ഇവിടുത്തെ വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. കണ്ടില്ലേ, നല്ല വയൽ സെറ്റപ്പ് സാധനം. ആ ഭാഗത്താണ് കേട്ടോ നമ്മൾ ആ കിണറുള്ളത്. ഓക്കെ, അവിടുന്ന് ഏകദേശം നമ്മൾ 1 കിലോമീറ്ററോളം അങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഓക്കെ, കല്ലെന്ന് പറയുമ്പോൾ വലിയ ഈ കരിങ്കല്ലല്ല കേട്ടോ ഇവിടെ ഉള്ളത്, മൊത്തം ഈ ചെങ്കല്ലില്ലേ, ലാറ്ററൈറ്റ്, അതാട്ടോ ഇത് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാലിക്കറ്റ് എയർപോർട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ എത്രത്തോളം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ, ഇതാണ് ഇവിടുത്തെ വേറൊരു വ്യൂ കേട്ടത്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ വേറൊരു വ്യൂ. ഓക്കെ, ആ കാണുന്ന കേട്ടോ, വ്യക്തമായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അത് ആ കാണുന്നതാണ് നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ട്. കാലിക്കറ്റ് എയർപോർട്ട് അതിൻ്റെ സമീപ പ്രദേശങ്ങളിലൊക്കെയാണ് കാണുന്നത്. കൊണ്ടോട്ടി കേട്ടോ അത്. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ നമ്മളെ കിണർ കാണാൻ വരുന്ന ആൾക്കാർ അവിടുന്ന് തിരിച്ചു പോവാതെ ഒന്ന് മേലോട്ടൊക്കെ ഒന്ന് കയറി നോക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും നഷ്ടമില്ല. നല്ലൊരു സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. ഓക്കെ, ഇതെല്ലാം വെട്ടുകല്ല് തന്നെയാണ്. വെട്ടുകല്ലും മറ്റേ തെരുവാന്ന് പറഞ്ഞ പുല്ലില്ലേ, അതാണ് ഇവിടെ ഉള്ളതെല്ലാം. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.